അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം തെറ്റുവരാൻ സാധ്യതയുള്ള സൂറത്ത് ഹൂദിലെ 2 ആയത്തുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് പേരത് കേൾക്കുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഇനിയും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സൂറത്തുൽ കഹ്ഫ്. നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും നാമൊക്കെ പാരായണം ചെയ്താൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. അതിൽ എന്തൊക്കെയാണ് സാധാരണ കേട്ടുവരാറുള്ള തെറ്റുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ കേൾക്കലോടുകൂടെ തന്നെ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് മറിക്കുക കൂടി ചെയ്താൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. സാധാരണക്കാരൊക്കെ കൂടുതലും തെറ്റായിട്ട് ഓതാറുള്ള ഒരു ഭാഗമാണ് സൂറത്തുൽ കഹ്ഫിലെ 19-ാമത്തെ ആയത്ത്. ആ 19-ാമത്തെ ആയത്തിൽ ഒരു പദമുണ്ട്, ബിവരിഖിക്കും. അവിടെ പലരും ബിവരിഖിക്കും എന്ന് ഓതുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും ഫബ്അസൂ അഹദകും ബിവരിഖിക്കും എന്ന സ്ഥലത്ത് ബിവരിഖിക്കും എന്ന് റാഇനെ നീട്ടിക്കൊണ്ട് ഓതുന്ന ചിലരുണ്ട്. ആ ഒരു വാക്ക് പ്രത്യേകമായി നാം നോട്ട് ചെയ്ത് ശ്രദ്ധയോടുകൂടെ അത് മനസ്സിലാക്കി വെക്കണം. ഇനി രണ്ടാമത്തെ സ്ഥലം ഏതാണ്? സൂറത്തുൽ കഹ്ഫിലെ തന്നെ 21-ാമത്തെ ആയത്ത് നോക്കുക. അവിടെ ഫഖാലു ബുനൂ അലൈഹിം ബുൻയാന എന്നുള്ള ഭാഗം ചിലരെങ്കിലും അവിടെ ഓതാറുള്ളത് ഫഖാലു ഇബ്നു അലൈഹിം ബുൻയാന എന്നാണ് ഓതാറുള്ളത്. അപ്പൊ അവിടെ കൂട്ടി ഓതുന്ന സമയത്ത് ഫഖാലു ഇബ്നു അലൈഹിം ബുൻയാന ഇങ്ങനെ തന്നെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമതായി 28-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. ഈ ആയത്ത് പല സാധാരണക്കാരും തെറ്റായിട്ടാണ് ഓതാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. ഈ സ്ഥലത്ത് ബിൽ ഗദവാതി എന്നാണ് പലരും ഓതാറുള്ളത്. ബിൽ ഗദവാതി എന്ന് ഓതാൻ പാടില്ല, ബിൽ ഗദാതി. മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഗദവാതി എന്ന് ഓതണമെങ്കിൽ വാവിനൊരു ഫത്ഹും ശേഷം ഒരു അലിഫൊക്കെ ഇട്ടെങ്കിലാണ് ബിൽ ഗദവാതി എന്ന് ഓതാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ ഓതേണ്ടത് ബിൽ ഗദാതി വൽ അശിയ്യി. അപ്പൊ ഈ ബിൽ ഗദാതി എന്നുള്ള വാക്ക് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കി വെക്കണം. നാലാമതായി തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു ആയത്താണ് 71-ാമത്തെ ആയത്ത്. فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ഈ ആയത്തിൽ പലരും ഓതാറുള്ളത് ഖാല അഖ്റഖ്തഹ എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ സ്ഥിരമായിട്ട് ഓതി പോരുന്നത് എങ്ങനെയാണെന്ന് നാം ശ്രദ്ധിക്കണം. ഖാല അഖ്റഖ്തഹ എന്നല്ല, അഖറഖ്തഹ. ഖാഇനു ഫത്ഹാണ്, സുക്കൂനല്ല. റാഇനു ഫത്ഹ്, ഖാഇനും ഫത്ഹ്. ഖാല അഖറഖ്തഹ. അപ്പൊ ഈ ഒരു വാക്ക് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ കഹ്ഫിലെ 78, 82 ആയത്തുകൾ. ഈ 2 ആയത്തുകളിലും ഓരോരോ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഒറ്റ നോട്ടം നോക്കുമ്പോൾ രണ്ടും സാമ്യമായ പദം പോലെ തോന്നും. പക്ഷെ അത് വ്യത്യാസമുണ്ട്. ഒരു ഹർഫ് ഒരു പദത്തിൽ കൂടുതലുണ്ട്. ഒരു സ്ഥലത്ത് അതില്ല. രണ്ടും ഒരുപോലെയാണ് പലരും ഓതി വരാറുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 78-ാമത്തെ ആയത്തൊന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക് സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി' അലൈഹി സ്വബ്റാ. ഇങ്ങനെയാണ് 78-ാമത്തെ ആയത്തിലുള്ളത്. മാലം തസ്തതി' അലൈഹി സ്വബ്റാ. ഇനി 82-ാമത്തെ ആയത്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 82-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ ഭാഗം ذَلِكَ تَأْوِيلُ مَا لَمْ تَسْطِعْ
തസ്തത്തി അലൈഹി സ്വബ്റാ. ആദ്യം പറഞ്ഞത് തസ്തത്തി അലൈഹി സ്വബ്റാ എന്നാണ്. ഇവിടെയോ തസ്തി അലൈഹി, തസ്തത്തി എന്നില്ല ഇവിടെ. മാലം തസ്തി അലൈഹി സ്വബ്റാ എന്നാണുള്ളത്. അപ്പൊ ഇതാദ്യം തസ്തത്തി അലൈഹി എന്ന് ഓതിയത് കൊണ്ട് അത് തന്നെയാണ് ഇവിടെയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മാലം തസ്തത്തി അലൈഹി എന്നാണ് ഓതിപ്പോരുന്നത്. ഇവിടെ താവിന്റെ കുറവുണ്ടല്ലോ. ആദ്യം തസ്തത്തി അലൈഹി, രണ്ടാമത് തസ്തി അലൈഹി. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. 82-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ 78-ാമത്തെ ആയത്ത്. ആറാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് 97-ാമത്തെ ആയത്ത്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്യമായി തോന്നുന്ന രണ്ട് പദങ്ങളുണ്ട്. ഇവിടെയും ഒരു പദത്തിൽ താഴ് കുറവുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ രണ്ടും താഴുള്ളതുപോലെയാണ് പലരും ഓതാറുള്ളത്. ആദ്യം നമുക്കതൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമസ്തഅഉ അൻ യദ്ഹറൂഹു വമസ്തതഅഉ ലഹു നഖബാ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിൽ സാമ്യമായി തോന്നുന്ന രണ്ട് പദങ്ങളുണ്ടല്ലോ. ആദ്യത്തോടത്ത് ഫമസ്തഅഉ എന്നാണ്, താ ഇല്ല അവിടെ. ഫമസ്തതഅഉ എന്നല്ല, പലരും അവിടെ ഓതാറുള്ളത് ഫമസ്തതഅഉ അൻ യദ്ഹറൂഹു എന്നാണ് ഓതാറുള്ളത്. അതിന്റെ കാരണം ശേഷം ഒരു ഫമസ്തതഅഉ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഫമസ്തഅഉ എന്നാണ്, രണ്ടാമത്തത് വമസ്തതഅഉ എന്നുമാണ്. അല്ലെങ്കിൽ ചിലര് രണ്ടും എന്തോതും, ആദ്യം വമസ്തഅഉ എന്നാണ് ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ഥലത്തും ആ ഒഴുക്കനുസരിച്ച് വമസ്തഅഉ എന്ന് ഓതുന്നവരും ഉണ്ട്. ഏഴാമതായി ശ്രദ്ധിക്കേണ്ട ഒരായത്താണ് 51-ാമത്തെ ആയത്ത്. ഈ ആയത്ത് പലരും തെറ്റിച്ച് ഓതുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ഇത് അറിയിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. ഇവിടെ മാ അശ്ഹദ്തുഹും എന്നുള്ളിടത്ത് മാ അശ്ഹദ്തും ഖൽഖസ് സമാവാതി, ഹും എന്ന് ഒഴിവാക്കിയിട്ട് ഹു എന്ന് ഒഴിവാക്കിയിട്ട് മാ അശ്ഹദ്തും, ഇങ്ങനെ ഓതിപ്പോരുന്ന ചിലരുണ്ട്. ഈ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, മാ അശ്ഹദ്തുഹും. എട്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് 88-ാമത്തെ ആയത്ത്. പല സാധാരണക്കാരും ഈ ആയത്ത് തെറ്റിച്ചാണ് ഓതാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من آمن وعمل صالحا فله جزاء الحسنى. ഈ സ്ഥലത്ത് ഫലഹു ജസാ അൽ ഹുസ്ന എന്നാണ് പലരും ഓതാറുള്ളത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 9-ാമതായി ശ്രദ്ധിക്കേണ്ട ആയത്ത് 38-ാമത്തെ ആയത്താണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ലാകിന്ന ഹുവല്ലാഹു റബ്ബി. 38-ാമത്തെ ആയത്തിൽ ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. ഇവിടെ കൂട്ടിയോതുന്ന സമയത്ത് ആ നൂനിന്റെ ശേഷമുള്ള അലിഫ് ഉപയോഗപ്പെടുത്തുകയില്ല. നൂനെ നീട്ടാതെയാണ് ഓതുക. ലാകിന്ന ഹുവല്ലാഹു. ലാകിന്ന എന്ന പദത്തിൽ നിർത്തുകയാണെങ്കിലോ ലാകിന്ന എന്ന് നൂനെ നീട്ടിക്കൊണ്ടാണ് നിർത്തുക. അപ്പൊ അതിലേക്ക് സൂചനയാണ് ആ നീണ്ട സുക്കൂനി എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ 9 സ്ഥലങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇനിയും ധാരാളം സ്ഥലങ്ങൾ ഉണ്ടാവാം. എന്റെ ശ്രദ്ധയിലുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ഓതി ശീലിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വീഡിയോ നാം മാക്സിമം നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം എല്ലാ ആഴ്ചയും ഓതി വരാറുള്ള ഒരു സൂറത്താണുള്ള സൂറത്തുൽ കഹ്ഫ്. അതിൽ ഈ സാധാരണഗതിയിൽ വരാറുള്ള പിന്നെ തെറ്റാൻ സാധ്യതയുള്ള വാക്കുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.